ഹലോ ഡിയേഴ്സ്, ഇനി ആരും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ചില്ലി ചിക്കൻ നല്ല റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്കിത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കൻ എല്ലോട് കൂടി തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയും കോൺഫ്ലോറും ഒക്കെ എല്ലാ പീസിലും കോട്ട് ചെയ്ത് കിട്ടാൻ പാകത്തിന് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു വോക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് വറുത്തെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരുന്നോട്ടോ, അല്ലെങ്കിൽ എല്ലാ പീസും കൂടി ഒറ്റക്കെട്ടായിട്ട് മാറും. അപ്പോൾ അതുപോലെ ആവാതിരിക്കാനാണ് ഓരോന്ന് സെപ്പറേറ്റ് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ചിക്കൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. 1 കിലോ ചിക്കൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി പാനിൽ അധികമുള്ള ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി കേട്ടോ നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 6 സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി ചിക്കൻ എപ്പോഴും തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ. ഇതൊന്ന് സോട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. 2 ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കന് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സോസ് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് കോൺഫ്ലോർ സ്ലറി റെഡിയാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. അതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി അതിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത സ്ലറിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഗ്രേവി നന്നായിട്ട് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ചില്ലി ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. സെർവ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.